ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 4ാമത്തെ ക്വസ്റ്റ്യനാണ്. ബൈനോമിയൽ തിയറം എന്നുള്ള ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യനിൽ എപ്പോഴും ഫസ്റ്റ് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലില്ല, പക്ഷേ എന്നാലും എപ്പോഴും ഫസ്റ്റ് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ നമ്പർ ഓഫ് ടേംസ് ഇൻ ദി ഗിവൺ എക്സ്പാൻഷൻ. നമ്പർ ഓഫ് ടേംസ് ഇൻ ദി എക്സ്പാൻഷൻ. നമുക്ക് തന്നിരിക്കുന്ന ഈ ബൈനോമിയലിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിൽ എത്ര ടേംസ് ഉണ്ടാവും എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുള്ളത്. അതെന്താ? അതിൻ്റെ ആൻസർ എന്താ വരിക? ഇതിൻ്റെ പവർ എക്സ്പോണൻ്റ് എന്താണോ അതിനേക്കാളും ഒന്ന് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇവിടെ പവർ എന്താണ്? 10 ആണ്. അപ്പോൾ നമ്പർ ഓഫ് എക്സ്പാൻഷൻ എത്ര വരിക? 10 + 11 = 11. ഈ ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ ആവശ്യമില്ല, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി സം ഓഫ് ദി കോയിഫിഷ്യൻസ് ഇൻ ദി എബവ് എക്സ്പാൻഷൻ. അപ്പോൾ സം ഓഫ് ദി കോയിഫിഷ്യൻസ് എന്ന് പറയുന്നത്, സം ഓഫ് ദി കോയിഫിഷ്യൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും മറ്റ് ഇക്വേഷനുള്ളൂ. എന്താ? സം ഓഫ് ദി എക്സ്പാൻഷൻ സം ഓഫ് ദി കോയിഫിഷ്യൻസ് ഇൻ എ ബൈനോമിയൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എന്തായിരിക്കും? 2n ആയിരിക്കും. 2 എന്തായിരിക്കും? n ആയിരിക്കും. ഈ n എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനെയാണ് നമുക്ക് എന്ത് പറയുക? n എന്ന് പറയാം. ഓക്കെ അല്ലേ? അതിൻ്റെ പവറിനെയാണ് എന്ത് വിളിക്കുക? n എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ വരിക? ദാറ്റ് ഈസ് 2 ഇവിടുത്തെ n എത്രയാണ്? 10 ആണ്. 2 എന്ന് പറഞ്ഞ ആൻസർ എന്താ? 1024. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ ആണല്ലോ? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. റൈറ്റ് ദ തേർഡ് ടേം ഓഫ് ദ എബവ് എക്സ്പാൻഷൻ. തന്നിരിക്കുന്ന ഈ ബൈനോമിയലിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ അതിൽ 3ാമത്തെ ടേം എന്തായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിനെങ്ങനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാമെന്ന് മനസ്സിലാക്കണം. നമ്മൾ ആദ്യം ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. ഇതിൻ്റെ ഇത് മാത്രമേ പറഞ്ഞുള്ളൂ, ശ്രദ്ധിച്ചോ. ഇവിടുത്തെ n എന്ന് പറഞ്ഞാൽ പവർ എത്രയാണ്? 10 ആണ്. അപ്പോൾ നമ്മളിതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എഴുതുക. എങ്ങനെ എഴുതുക ഇതിനെ? ആദ്യം തന്നെ എടുക്കുക. 10 അല്ലേ? അപ്പോൾ 10c1 10c0 10c1 10c2 10c3 എക്സെട്രാ. ലാസ്റ്റ് എന്ത് വരും? 10c10 വരെ എഴുതാം. നമുക്കത് അത്ര എക്സ്പാൻഷൻ വരില്ല. നമ്മളിവിടെ 3ാമത്തെ ടേമാണ് ചോദിച്ചത്. 3ാമത്തെ ടേം പറഞ്ഞാൽ എന്താ? 1 2 3. അപ്പോൾ നമ്മൾ ഇതുവരെ എക്സ്പാൻഡ് ചെയ്താൽ മതി, നമുക്കത് മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് ആദ്യം എന്ത് എഴുതുക? n എന്താണോ അത് വെച്ചിട്ട് എഴുതുക. 10c0 10c1 10c2 എക്സെട്രാ എഴുതി. ഇനി ഇതിൻ്റെ ഫസ്റ്റത്തെ ടേം കൂടെ ഏതാ? x². രണ്ടാമത്തത് ഏതാ? 1/x. അപ്പോൾ ആദ്യം ഫസ്റ്റ് ടേമിനെ എടുത്തിട്ട് എഴുതാം. എങ്ങനെ എഴുതാം നമ്മൾ? x². അപ്പോൾ നമ്മൾ എഴുതുക x² ⁻10. അഥവാ ഇതിൻ്റെ പവർ എത്രയാണ്? 10 അല്ലേ? അപ്പോൾ അത് കൊടുക്കുക ⁻10. ഇനി ഈ പവർ ഇങ്ങനെ കുറച്ച് എഴുതുക. ശ്രദ്ധിച്ചോ, അടുത്ത ടേമിൽ അപ്പോൾ എന്ത് വരും? x². ആദ്യം 10 ആയിരുന്നു, അതെന്താവും? കുറയും 9. പിന്നെ x² 8 x² 8. അടുത്ത എന്ത്? 7 എക്സെട്രാ. അത് കുറഞ്ഞു വരും. ഇനി അടുത്ത ടേം പറഞ്ഞാൽ സെക്കൻഡ് ടേം. ഇവിടെ സെക്കൻഡ് ടേം എന്താ? 1/x². അത് എഴുതുക. ആദ്യത്തേതിൽ നമ്മൾ എന്ത് എഴുതരുത്? 1/x² എഴുതരുത് പറഞ്ഞാൽ 1/x² എന്തായിരിക്കും? 0 ആയിരിക്കും. അടുത്തതിൽ അത് 1 ആവും 2 ആവും. അതായത് ഫസ്റ്റ് ടേം പവറിൽ നിന്ന് ഓരോന്ന് കുറഞ്ഞ് വരും. രണ്ടാമത്തെ ടേം 0യിൽ നിന്ന് ഓരോന്ന് കൂടി എഴുതുക. അതായത് ശ്രദ്ധിക്കുക, ഫസ്റ്റത്തിൽ എഴുതരുത്, രണ്ടാമത്തിൽ എന്ത് ചെയ്യുക? ആ ടേം എഴുതുക 1/x² എന്ത് കൊടുക്കണം? 1. അടുത്തിലോ 1/x² കൂടി വരും. അപ്പോൾ അടുത്തിൽ എന്ത് കൊടുക്കണം? 2. 1/x² അടുത്തിൽ എന്ത് കൊടുക്കണം? 3 എക്സെട്രാ. അപ്പോൾ അടുത്ത് എന്തായിരിക്കും? 4 എക്സെട്രാ. അങ്ങനെ കൊടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ സിമ്പിൾ കൊടുക്കണം. ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻട്രലുള്ള സിമ്പിൾ പ്ലസ് ആണെങ്കിൽ എല്ലാത്തിനും എന്ത് കൊടുക്കുക? പ്ലസ് കൊടുക്കുക. ഇനി മൈനസ് ആണെങ്കിൽ ഫസ്റ്റ് മൈനസ് കൊടുക്കുക, പിന്നെ പ്ലസ് കൊടുക്കുക, പിന്നെ മൈനസ് കൊടുക്കുക. ആൾട്ടർനേറ്റ് ആയിട്ട് പ്ലസ്സും മൈനസും കൊടുക്കുക. ഇവിടെ എന്താണ്? നടുവിൽ പ്ലസ് ആണ്. തേർഫോർ നമുക്ക് ഫുൾ എന്ത് കൊടുത്താൽ മതി? പ്ലസ് എക്സെട്രാ. അപ്പോൾ ഇനി നമ്മളോട് ചോദിച്ചത് ഇതിൻ്റെ എക്സ്പാൻഷൻ അല്ല, ഇതിലെ 3ാമത്തെ ടേം മാത്രമാണ്. അപ്പോൾ ഇതിലെ 3ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ ഏതാ വരിക? ഇതാണ് വരിക അല്ലേ? 10c2 x² 8/1/x². അപ്പോൾ അത് മാത്രം എടുത്ത് എഴുതിയാൽ മതി. അത് മാത്രം എടുത്ത് എഴുതുമ്പോൾ ആൻസർ എന്ത് വരും? തേർഡ് ടേം ഈക്വൽ ടു എന്ത് വരും? 10c2 x² 8 1/x². അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? 10c2 എന്ന് പറഞ്ഞാൽ നമുക്ക് 10c2 കാണാൻ എളുപ്പവഴി ഉണ്ട്. 10c2 എന്ന് പറഞ്ഞാൽ എന്താ? ഈ 10 മുതൽ 10 × 9
അതായത് 10 ബാക്കിലേക്ക് എഴുതാം. ഇവിടെ 2 അല്ലേ, അപ്പോൾ 10 ബാക്കിലേക്ക് 2 നമ്പർ എഴുതാം. അതേപോലെ ഫസ്റ്റ് 1 മുതൽ 2 നമ്പർ എഴുതാം. ഇവിടെ താഴെ ഏത് നമ്പറാണോ തന്നിട്ടുള്ളത്, ഇവിടെ ഏത് നമ്പറാണോ അത്രയും പ്രാവശ്യം എഴുതാം. ഇവിടെ 10 അല്ലേ, 10 എന്നപ്പോൾ 2 നമ്പർ പുറകോട്ട് എഴുതുക. ദെൻ 1-ൽ നിന്ന് 2 നമ്പർ എന്ത് ചെയ്യുക, മുന്നോട്ട് എഴുതുക. സിമ്പിളായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ആൻസർ എന്നിട്ട് 10ഉം 2ഉം ക്യാൻസൽ ആവും, 5 കിട്ടും. 5 × 9 ദാറ്റ് ഈസ് 45 എന്ന ആൻസർ കിട്ടും. സോ 10C2 ദാറ്റ് ഈസ് 45. ഇതിനകത്ത് അറിയാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. x² എന്ന് പറഞ്ഞാൽ പവർ 2 ഹോൾ റേസ് ടു 8 വന്നാൽ എന്ത് ചെയ്യും, അത് തമ്മിൽ ഇൻറ്റു ചെയ്യാം. 2 × 8 ആൻസർ എന്ത് വരും, x⁻16. 1/x² എന്ന് പറഞ്ഞാൽ 1² സ്ക്വയർ വരും. x² സ്ക്വയർ എന്ത് വരിക, x⁻4. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യാം. താഴെ 4x ഉണ്ട്, മുകളിൽ 16xകളുണ്ട്. അപ്പോൾ 16x നിന്ന് 4x ക്യാൻസൽ ചെയ്താൽ ആൻസർ എന്ത് വരും, 12x വരും. ദാറ്റ് ഈസ് x⁻12 വരും. സോ നമ്മൾ ആൻസർ എന്താ, 45 x⁻12 വിച്ച് ഈസ് ദി തേർഡ് ടേം. അപ്പോൾ ഇതിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു കാര്യം, നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ, പവർ എന്താണോ അതിലേക്ക് 1 ആഡ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് സം ഓഫ് ദി കോയിഫിഷ്യൻസ്. സം ഓഫ് ദി കോയിഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താ വരിക, 2n 2 കൊടുക്കുക, മുകളിൽ അതിൻ്റെ പവർ കൊടുക്കുക. അതായിരിക്കും എൻ്റെ സം ഓഫ് ദി കോയിഫിഷ്യൻസ്. ആൻഡ് അതിനെ എക്സ്പാൻഡ് ചെയ്യുന്ന മെത്തേഡ് പഠിക്കുക. ഓക്കെ അല്ലേ, എക്സ്പാൻഡ് ചെയ്യുന്ന ബൈനോമിയൽ തിയറം പഠിക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോംപ്ലക്സ് നമ്പേഴ്സിലെ ഒരു ക്വസ്റ്റ്യനാണ് നമുക്ക് തന്നിട്ടുള്ളത്. i⁻200-നെ a+ib ഫോമിൽ എഴുതാം. ഈ i⁻2 ഒരു നമ്പർ എപ്പോഴും നമുക്ക് തരും. ഇത് ഈ പാഠത്തിൽ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ് iൻ്റെ പവേഴ്സ്. i⁻1 എന്ന് പറഞ്ഞാൽ എന്താണ്, i ആയിരിക്കും. i⁻2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, -1 ആയിരിക്കും. i⁻3 എന്ന് പറഞ്ഞാൽ -i ആയിരിക്കും. i⁻4 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. ഇത് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ 4 മാത്രം പഠിച്ചാൽ മതി, ഏത് പവർ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാം. ഇത് പഠിക്കാൻ എളുപ്പ വഴിയുണ്ട്. i⁻1 i⁻2 i⁻3 i⁻4 ഇതാണ് കാണേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ആൾട്ടർനേറ്റ് ആയിട്ട് എഴുതുക. i1 i1 നടുവത്ത് രണ്ടിനും എന്ത് കൊടുത്താൽ മതി, മൈനസ് കൊടുക്കുക. ഓക്കെ അല്ലേ, കിട്ടി. അപ്പോൾ അങ്ങനെ പഠിക്കട്ടോ. ഇനി ഇത് നോക്കിക്കോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ i⁻200 പവർ എന്താണോ വരുന്നത് ആ പവറിനെ നമ്മൾ എന്ത് ചെയ്യുക, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 200 / 4 ആൻസർ എന്ത് വരും, 200 / 4 കാൽക്കുലേറ്റർ ചെയ്താൽ കറക്റ്റ് പോവും. ആൻസർ എന്ത് വരിക, 50 എന്ന് വരും. 200 വരും. സോ റിമൈൻഡർ നമുക്ക് 0 ആണ് വരിക. ഈ i⁻200 നമുക്ക് എന്ത് എഴുതാം, i⁻0. ഇതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ റിമൈൻഡറാണ് കൊടുത്താൽ മതി. വലിയ നമ്പർ നമ്മൾ ചെറുതാക്കുകയാണ്. റിമൈൻഡർ എന്താണോ അത് കൊടുക്കുക. അപ്പോൾ i⁻0 ഏത് നമ്പറിൻ്റെ പവർ 0 വന്നാലും ആൻസർ എന്തായിരിക്കും, 1 ആയിരിക്കും. 0 നമ്മൾ പേടിക്കാൻ വേണ്ട, ആൻസർ എന്തായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. കൺസിഡർ ദി കോംപ്ലക്സ് നമ്പർ z1. ഒരു കോംപ്ലക്സ് നമ്പർ 4+3 നമുക്ക് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ z2-നെ a+ib ഫോമിൽ എഴുതുക. z2 എന്ന് പറഞ്ഞാൽ എന്താണ്, i × z1. z1 എന്ന് പറഞ്ഞാൽ എന്താണ്, 4+3i ആണ്. അപ്പോൾ നമ്മൾ ഒരു കോംപ്ലക്സ് നമ്പറിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക, പുറത്തുള്ള ഈ നമ്പർ കൊണ്ട് ഈ 2 നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം, ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ആദ്യം എന്ത് വരും, i × 4 ആൻസർ എന്ത് വരും, 4i എന്ന് വരും. പ്ലസ് അല്ലേ, പ്ലസ് i × 3i എന്ന് വരും. 3i × i എന്ന് വരും. സോ ആൻസർ എന്ത് വരിക, 4i + 3. i × i എന്ന് പറഞ്ഞാൽ എന്താ, i² ആണ്. i² ആൻസർ നമ്മളോട് പറഞ്ഞാണ്. i² എന്ന് പറഞ്ഞാൽ ആൻസർ എന്തായിരുന്നു, -1. സോ ഇതിൻ്റെ ആൻസർ എന്ത് വരും, 4i + 3 × -1. 3 × -1 എന്ന് പറഞ്ഞാൽ എന്താ വരിക, 4i - 3 എന്ന് വരും. -3. 3 × -1 -3. സോ a+ib ഫോമിൽ എഴുതുമ്പോൾ i ഉള്ള ടേം രണ്ടാമത് എഴുതണം, നമ്പർ ആദ്യം എഴുതണം. അപ്പോൾ അതിനാദ്യമുള്ള രൂപത്തിൽ നമ്മൾ എഴുതുമ്പോൾ എന്ത് വരും, -3 + 4i. ഇതാണെന്ത്, z2. അപ്പോൾ അതിൻ്റെ ആൻസറും കിട്ടി. ഇനി ബി ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. ഡ്രോ ദി കോംപ്ലക്സ് നമ്പർ, കോംപ്ലക്സ് പ്ലെയിൻ ആൻഡ് മാർക്ക് z1 ആൻഡ് z2. കോംപ്ലക്സ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല മക്കളെ, നമ്മൾ സാധാ പഠിച്ചത് തന്നെ എക്സ് ആക്സിസ് വരയ്ക്കുക, വൈ ആക്സിസ് വരയ്ക്കുക. ഇനി ഇതിൽ z1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, z1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, 4+3i. z2 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമുക്കിപ്പോൾ കിട്ടിയത് -3 + 4i.
ഇതിനെ നമ്മൾ എന്ത് എഴുതണം? ഇതിൽ പോയിൻ്റായിട്ട് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഒരു കോംപ്ലക്സ് നമ്പറിനെ എങ്ങനെ മാർക്ക് ചെയ്യുക? അതിൻ്റെ ഫസ്റ്റ് നമ്പർ, അതിന് നമ്മൾ റിയൽ പാർട്ട് എന്നാണ് വിളിക്കുക. അതാണ് എക്സ് കോർഡിനേറ്റ് 4. ഇതിൻ്റെ ഐൻ്റെ കൂടെ വരുന്ന നമ്പർ, അതിനാണ് എന്ത് വിളിക്കുക? ഇമാജിനറി പാർട്ട്. ആ നമ്പർ എടുക്കുക. ഈ നമ്പറാണ് ഈ കോംപ്ലക്സ് നമ്പറിനെ കോംപ്ലക്സ് പ്ലെയിനിൽ ഡിനോട്ട് ചെയ്യുന്ന കോർഡിനേറ്റ്സ് 4,3. എങ്കിൽ ഈ രണ്ടാമത്തെ Z2നെ ഡിനോട്ട് ചെയ്യുന്ന കോർഡിനേറ്റ്സ് ഏതായിരിക്കും? ഒന്നാലോചിച്ച് നോക്കിയേ. യെസ്, ഈ റിയൽ പാർട്ട് അല്ലേ, ഫസ്റ്റത്തെ നമ്പറാണ് എക്സ് -3. ഐൻ്റെ കൂടെയുള്ള നമ്പറാണെന്ത്? വൈ. സോ ആൻസർ എന്ത് വരും? -3,4. അത് ഇതിൽ ഡിനോട്ട് ചെയ്താൽ മതി. നമുക്ക് മാർക്ക് ചെയ്യാൻ അറിയാലോ. 4,3 എവിടെ? 4. എക്സിൽ 4, വൈയിൽ 3. അപ്പോൾ എക്സിൽ 4, വൈയിൽ 3. അപ്പോൾ ഈ പോയിൻ്റാണെന്ത്? Z1. Z1 = 4 + 3i. ഇനി അടുത്തത് -3,4. എക്സിൽ -3, വൈയിൽ 4. അപ്പോൾ ഈ പോയിൻ്റാണെന്ത്? Z2 അഥവാ Z2 = -3 + 4i. സോ ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് ആർഗൻറ്റ് പ്ലെയിൻ. ആർഗൻറ്റ് പ്ലെയിൻ അല്ലെങ്കിൽ കോംപ്ലക്സ് പ്ലെയിൻ എന്ന് വിളിക്കും കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, അതിൻ്റെ ഫസ്റ്റത്തെ നമ്പറാണെന്ത്? എക്സ്. ഐൻ്റെ കൂടെയുള്ള നമ്പറാണെന്ത്? വൈ. ആ പോയിൻ്റ് മാർക്ക് ചെയ്യുക, കോംപ്ലക്സ് പ്ലെയിനിൽ മാർക്ക് ചെയ്യുക. ഓക്കെ ആണല്ലോ? താങ്ക് യു.